ഹായ് ഓൾ. അപ്പോൾ എനിക്ക് ഇന്നൊരു പണി കിട്ടി. മോന് വയറ്റിനൊക്കെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഈ ഓരമരുന്നൊക്കെ കൊടുക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി കൊല്ലത്തുള്ള വെറ്റ്ലാൻഡ് കഴിഞ്ഞ് വരുമ്പം ഇടത്തേ സൈഡിൽ കാണുന്നൊരു അങ്ങാടിക്കടയിൽ വന്നു കേട്ടോ. അവിടെ നിന്നൊരു ജാതിക്ക, ഒരു വയമ്പ്, ഒരു കായ മൂന്നും കൂടി വാങ്ങിച്ചു. മൂന്നും കൂടി 100 രൂപ വാങ്ങിച്ചു. 2 ജാതിക്കയും ഇച്ചിരി വയമ്പും ഇച്ചിരി കായും കൂടി. അതിന് 100 രൂപ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചു. അടുത്ത കടയിൽ ചോദിച്ചപ്പം ഇത് മൂന്നിനും കൂടി 20 രൂപയെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞങ്ങൾക്കൊരു സംശയം തോന്നി. ഇത്രയേ ഉള്ളൂ ക്വാണ്ടിറ്റി ആയിട്ട്. 2 കണ്ടോ, ഈ പൊതി തുറക്കുമ്പോൾ കാണാം. 2 ജാതിക്ക, 2 വയമ്പ്, ഒരു കായം. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു 100 മില്ലി നെയ്യ് വാങ്ങിച്ചു. ഹണി ചെറുതേൻ 150 രൂപ 100 മില്ലി. അടുത്ത കടയിൽ 80 രൂപ. ഈ പുള്ളി പറയും ക്വാളിറ്റി വ്യത്യാസമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ഒരു 750 ഗ്രാം കരിപ്പോട്ടി വാങ്ങിച്ചു. അതിന് 200 രൂപ. അപ്പോൾ ഇതെന്താണ് പുള്ളി എന്ത് കച്ചവടം അവിടെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോപ്പർ വില ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യൂവേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കട അറിയാമെങ്കിൽ ഈ കട ഓണറെ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക. തിരിച്ചു പോയി ചോദിക്കാൻ നമുക്ക് പറ്റിയില്ല. എന്തായാലും നമ്മൾ ഉടനെ പോകുന്നുണ്ട് അങ്ങോട്ട്. എനിക്ക് ഈ സാധനങ്ങളെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ നോക്കി ഈ സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവൊന്നുമില്ലാന്ന്. അപ്പോൾ അടുത്ത കടയിൽ 20 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ സാധനം പുള്ളി ഞങ്ങൾക്ക് 100 രൂപയ്ക്കും 80 തരാമെന്ന് പറഞ്ഞ സാധനം 150. പിന്നെ കരിപ്പൊട്ടിയുടെ റേറ്റ് നമുക്ക് കറക്റ്റ് അറിയില്ല. വീട്ടിൽ കൊണ്ട് ചെന്നപ്പോൾ ഉമ്മായി ഇത് തന്നെയാണ് പറഞ്ഞത്, റേറ്റ് കൂടിപ്പോയത്. അപ്പോൾ ഇങ്ങനൊരു പണി ഞങ്ങളോട് കാണിച്ചത് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ തിരിച്ച് ചെന്ന് തേൻ്റെയും കരിപ്പട്ടിയുടെയും കാര്യം ചോദിച്ചാൽ പുള്ളി പറയുന്നത് വേറെ ക്വാളിറ്റിയാണ്, ആ കടയിലെ ക്വാളിറ്റി അല്ലാന്ന്. പക്ഷേ ഈ 20 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് തന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ടോട്ടൽ 250 രൂപ ആവുന്ന സാധനത്തിൽ ഞങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് 450 രൂപ. 200 രൂപ എക്സ്ട്രാ കൊടുത്തെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ കരിപ്പെട്ടിയൊക്കെ എത്ര രൂപ ഉണ്ടെന്നൊന്ന് വ്യൂവേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ തിരക്കിയപ്പോൾ ഇത്രയും 750 ഗ്രാമിന് 200 രൂപയൊന്നും ഇല്ല. അതുപോലെ തന്നെ ചെറുതേന് 80 ഒക്കെ ഉള്ളൂ. ഏത് ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞാലും. പിന്നെ ഈ സാധനം 20 രൂപയുടെ സാധനം ഞങ്ങൾക്ക് 100 രൂപയ്ക്ക് തന്നു. അപ്പോൾ 200 രൂപ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പം ഈ കടക്കാരൻ ഇത് കാണുന്നെങ്കിൽ ഇത് കാണട്ടെ, നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാവുന്നവർക്ക്. വെറ്റ്ലാൻഡ്, കൊല്ലം പായിക്കട റോഡ്, വെറ്റ്ലാൻഡിൻ്റെ അടുത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അങ്ങാടിക്കട കേട്ടോ. പുള്ളിയുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. കൊല്ലത്ത് വേറെ അങ്ങാടിക്കടകൾ ഒരുപാടുണ്ട്. അപ്പം ഇങ്ങനെ അടുത്തടുത്ത കടകളിൽ ഇങ്ങനെ വിൽക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ ചെയ്തത് തൊട്ട് ശരിയായില്ല. ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോയി പുള്ളിയോട് ചോദിക്കണമായിരുന്നു. ഇനിയൊരു അവസരം വരട്ടെ, അവിടെ പോകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ചോദിക്കുന്നതായിരിക്കും.